ഹായ്. അപ്പോൾ നമ്മുടെ ബോച്ചേട്ടി പൗഡർ ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോച്ചെ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമായതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിന് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു സംശയമാണ്, നേരിട്ട് ബോച്ചേട്ടി പൗഡർ എവിടെ നിന്ന് കിട്ടും? ഇനി ബോച്ചേട്ടി പൗഡർ നേരിട്ട് പോയി വാങ്ങിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈൻ വഴി എങ്ങനെയാണ് ബുക്കിംഗ് ചെയ്യേണ്ടത്? ബുക്കിംഗ് ചെയ്തിട്ടുള്ള ടീ പൗഡർ നമ്മൾ എവിടെ പോയിട്ടാണ് കളക്ട് ചെയ്യേണ്ടത്? അത് വീട്ടിലേക്ക് കൊറിയറായിട്ടാണോ വരുന്നത്? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ബോച്ചേട്ടി പൗഡറിലൂടെ ദിവസേന ഒരു ഭാഗ്യശാലിക്ക് 10 ലക്ഷം രൂപ വീതവും 13,704 ഭാഗ്യശാലികൾക്ക് 1000, 2000, 4000, 5000, 25,000 രൂപയൊക്കെ സമ്മാനമായിട്ടും നൽകുന്നുണ്ട്. അതിലുപരി നമുക്ക് ഒരു ബമ്പർ പ്രൈസായിട്ട് ഒരാൾക്ക്, ഒരു ഭാഗ്യശാലിക്ക് 25 കോടി രൂപയും നമ്മുടെ ബോച്ചെ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിപണിയിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു സംരംഭമാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ വഴി നമുക്ക് എങ്ങനെയാണത് പർച്ചേസ് ചെയ്യേണ്ടത്, ഇത് എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. അപ്പം അതിനെക്കുറിച്ചാണ് ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് bochetti.com എന്ന് അടിച്ചു കൊടുത്തിട്ട് സൈറ്റിലേക്ക് കയറണം. അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നമ്മുടെ bochetti.com എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈറ്റിലേക്ക് ഇപ്പോൾ കയറും കേട്ടോ. സൈറ്റ് ഓപ്പണായി വന്നുകൊണ്ടിരിക്കുകയാണ്. സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സൈൻ ഇൻ ചെയ്യണ ആളുകൾക്ക് സൈൻ ഇൻ ചെയ്തിട്ട് നമ്മുടെ സൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കയറാം. അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കയറാം. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത്, നമുക്ക് എന്ത് കാര്യങ്ങൾ ബോച്ചേട്ടി വെബ്സൈറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ അടിച്ചു കൊടുത്തുള്ള ഫോൺ നമ്പറും പാസ്വേഡും നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തെങ്കിലും വെക്കുക, എങ്കിൽ മാത്രം നമുക്ക് അത് അടിച്ചു കൊടുത്ത് കയറാൻ പറ്റൂ. അതല്ല എന്നുള്ളവർക്ക് OTP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ? ഈ പാസ്വേഡൊക്കെ മറന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് OTP ഓപ്ഷൻ ഉണ്ട് കേട്ടോ. OTP അടിച്ചു കൊടുത്ത് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OTP വരും. OTP വഴി നമുക്ക് ഇതിനകത്തേക്ക് ഓപ്പണാക്കി കയറാം. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ സൈൻ ഇൻ ചെയ്തിട്ടാണ് ഓപ്പൺ ആക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ പാസ്വേഡ് രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള പാസ്വേഡും ഫോൺ നമ്പറും എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ സൈൻ ഇൻ ചെയ്തതിൻ്റെ പാസ്വേഡും ഫോൺ നമ്പറും എൻ്റർ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാണ്. അതല്ലാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ OTP സംവിധാനമുണ്ട്. OTP എന്നൊരു ഓപ്ഷൻ ഇപ്പുറത്തും കാണുന്നില്ലേ, അത് കൊടുത്തിട്ടും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആവും കേട്ടോ. സൈറ്റിലേക്ക് വീണ്ടും നമുക്ക് കയറുകയാണ്. അതിൽ ആഡ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ? ആഡ് ക്യാഷ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഒരു ടീ പാക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 40 രൂപയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ടീ പാക്കറ്റാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ 40 രൂപയാണ് ഞാനിവിടെ എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 40 രൂപ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സബ്മിറ്റ് കൊടുക്കണം കേട്ടോ. 40 രൂപ ഞാൻ ക്യാഷ് പേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 40 രൂപേൻ്റെ ഒരു ടീ പാക്കറ്റ് വാങ്ങാനായിട്ട് എൻ്റർ ചെയ്തു, ക്യാഷ് എൻ്റർ ചെയ്തു, സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, ഇങ്ങനെ ഓപ്പണായിട്ട് വരും, ഇങ്ങനെ ഒരു ഓപ്പണായിട്ട് വരും, വിൻഡോ ഓപ്പണായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഷിപ്പിംഗ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽ ചോദിക്കും. അതുപോലെ ഏറ്റവും എളുപ്പം നമ്മൾക്ക് UPI വഴി, അതായത് ഗൂഗിൾ പേ കൂടുതൽ ആളുകളും ചൂസ് ചെയ്യാൻ നല്ലത്. കാരണം എല്ലാവർക്കും, ഒട്ടുമിക്ക ആളുകൾക്കും ഗൂഗിൾ പേ ഉണ്ടാവും. അപ്പോൾ ഗൂഗിൾ പേ വഴി നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ UPI അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാം, ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പേര് ചോദിക്കുന്നുണ്ട്, അഡ്രസ്സ്, പിൻകോഡ്, സിറ്റി, ഇതെല്ലാം അടിക്കുക, ഫോൺ നമ്പർ അടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു QR കോഡ് അതിൻ്റെ താഴെ കാണിക്കും. എല്ലാ ഡീറ്റെയിൽ അടിച്ചു കൊടുത്തതിന് ശേഷം ഈ QR കോഡിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ QR കോഡ് ഓപ്പൺ ആയിട്ട് വരും.
ഇതൊന്ന് മെല്ലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കിയിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഈ QR കോഡ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വലുതാക്കിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുകയാണേ. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്ന് മിനിമൈസ് ചെയ്യുക. നമ്മുടെ സൈറ്റ് പോകാൻ പാടില്ല. മിനിമൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഗൂഗിൾ പേ എടുക്കാനായിട്ട്. ഗൂഗിൾ പേ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ പേയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്ലോഡ് ദ ഗാലറി എന്ന് കണ്ടില്ലേ, അതിൽ നിന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ള അത് നമുക്ക് അതിനകത്തേക്ക് ഷെയർ ചെയ്തതിന് ശേഷം 40 രൂപ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനത് എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 40 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡൺ കൊടുക്കുക കേട്ടോ. ഡൺ കൊടുത്തതിന് ശേഷം കണ്ടില്ലേ 40 രൂപ ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മിനിമൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ സൈറ്റിലേക്ക് വീണ്ടും കയറാം. നമ്മുടെ സൈറ്റ് ഓപ്പണായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള പൈസ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ. നമ്മൾ ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻസ് അറിയാനായിട്ട് ലക്കി ഡ്രോ ആ ഡീറ്റെയിൽ ചോദിക്കും. അതിൽ മൈ ബാലൻസ് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇതാ നമുക്ക് കണ്ടില്ലേ ഡെപ്പോസിറ്റ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് 40 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ, സക്സസ് ആയി, എമൗണ്ട് കയറി. ഇനി വേണ്ടത് നമ്മൾ വീണ്ടും മെയിൻ മെനുവിലേക്ക് വന്നതിന് ശേഷം ഡെയിലി ഡ്രോ എന്ന് പറയുന്നൊരു ഗ്രീൻ കളറിലുള്ളൊരു സ്പേസ് കാണും. അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ വരും. ഇതിൽ നമുക്കൊരു 2+7 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആൻസർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ പിക്കപ്പ് ഫ്രം സ്റ്റോർ എന്ന് കണ്ടില്ലേ, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക. നമുക്ക് ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബൈ നൗ എന്ന് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ടീ പാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബൈ നൗ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ വരും. ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ടീ പാക്കറ്റ് നമുക്ക് കിട്ടില്ല, കൂപ്പൺ മാത്രമായിരിക്കും കിട്ടുക. കൂപ്പണിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ടെക്സ്റ്റ് മെസ്സേജിനകത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് എവിടെ നിന്നെല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, ടീ പാക്കറ്റ് എവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, എല്ലാ ജില്ലകളിലും ചെമ്മണ്ണൂർ ജ്വല്ലറി ഷോപ്പിൻ്റെ ലിസ്റ്റും അതിൻ്റെ ടൈം 10 മണി മുതൽ ഈവനിങ് 6 മണി വരെ നിങ്ങൾക്ക് പോയാൽ ഈ ജ്വല്ലറി ബ്രാഞ്ചുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കേരളത്തിൽ എവിടേക്കാണ്, ഔട്ട്സൈഡ് കേരള എവിടേക്കാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ എവിടെ നിന്നെല്ലാം ഈ ടീ പൗഡർ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തതിൻ്റെ ടീ പാക്കറ്റ് എവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ കാണിക്കുന്നുണ്ട്. കണ്ടോ, മാനന്തവാടി, മഞ്ചേരി, മാവൂർ റോഡ് ബ്രാഞ്ച്, അതിൻ്റെ ഓരോ ബ്രാഞ്ചിലും അവിടെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ട ആളുകളുടെ നമ്പർ വരെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും താഴെ തന്നെ ഉണ്ട് കേട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. അതുപോലെ നമ്മുടെ കണ്ടില്ലേ ഷോപ്പ്, ചെമ്മണ്ണൂർ ജ്വല്ലറി ഷോപ്പിൻ്റെ ലിസ്റ്റും ബാക്കി എവിടെ നിന്നെല്ലാം കിട്ടുമെന്നുള്ളതിൻ്റെ ലിസ്റ്റും താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കണ്ടില്ലേ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജിനകത്ത് നമുക്ക് ടിക്കറ്റ് നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈവനിങ് 10:30 മണിക്ക്, അതായത് രാത്രി 10:30 മണിക്ക് എടുക്കുന്ന ലക്കി ഡ്രോയിൽ ഇപ്പോൾ നമ്മളുടെ ഈ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ടിക്കറ്റും കൂടെ പിന്നെ ആഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതുപോലെ നിങ്ങൾ ചെയ്യുക, ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിൻ ചെയ്യട്ടെ. എല്ലാവിധ ആശംസകളും നേരാണ്. ഓക്കെ, താങ്ക് യു, ബൈ.